അതല്ലല്ലോ നമ്മുടെ നാട്ടിൽ അതാണോ? അല്ല എന്താ പ്രശ്നം? ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരൂടാ. ഇതിന് കേറണ്ടേ? വഴി ഏതായത്? ഒരു വൃത്തമില്ലാത്ത എന്താ സംഭവം? എന്താ മനസ്സിലായില്ല? എന്നെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കേണ്ടത്. ഈ പുള്ളിനെ ആദരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ നാട്ടിൽ? ഈ പുള്ളി എന്ത് കാര്യത്തിന് ആദരിക്കുന്നത്? എന്നെ ആദരിക്കണം. അങ്ങനെയാണ് സംഘടനാ സമിതിയോട് പറഞ്ഞത്. എന്റെ പൊന്നു കമലാസൻ, ദൈവത്തോട് നല്ലൊരു പരിപാടി നടക്കണം. ദൈവത്തോട് എന്റെ ഗ്രൗണ്ട് എന്നോട് ചോദിക്കാതെ ആരോട് ചോദിച്ചിട്ട് പരിപാടി നിങ്ങളോട് ചെയ്തു. കമലാസന നിങ്ങളുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു, നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി സമ്മതിച്ചു. സമ്മതിച്ചല്ലേ? സമ്മതിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സ്വന്തം ഭർത്താവായി ഞാൻ ചോദിച്ച പരിപാടി ആളുകള് ഈ നാട്ടിൽ ഇത്ര ആൾക്കാർ ഇരിക്കുകയാണ്. നിങ്ങൾ മദ്യപിച്ചിട്ടല്ലേ സ്റ്റേജിൽ കയറി വന്നേക്കുന്നത്? സത്യം പറഞ്ഞ രണ്ടല്ല 4 അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മദ്യം എന്ന് പറഞ്ഞാൽ സാത്താന്റെ മൂത്രമാണ് മദ്യം. സാത്താന്റെ മൂത്രമാണ് മദ്യം. ഈ സാത്താനെ ഒന്ന് കിട്ടുവോ? അല്ല വീട്ടിൽ കൊണ്ട് നിർത്താൻ ആവശ്യമുള്ളപ്പോ വിളിച്ച് കഴിക്കല്ലേ? അല്ലെ സാത്ത വീറ് മുള്ളുവോ? ഞാൻ വില കൊണ്ട് വീറ് കഴിക്കുവേ. ഉപദേശിക്കാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര വർഷമായി കള്ളൂര് തുടങ്ങിയിട്ട്? ഒരു 10, 25, 30 വർഷം. 25-30 വർഷമായിട്ട് ഇദ്ദേഹം മദ്യപിക്കുകയാണ്. കമലാസന, അന്ന് മുതൽ നിങ്ങൾ മദ്യപിച്ച പൈസ കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ബെൻസ് കാർ മേടിക്കാമായിരുന്നു. പിന്നെ നമ്മൾ മദ്യപിക്കോ? ഞാൻ മദ്യപിക്കുന്നില്ല. ബെൻസില്ല, ഓട്ടോറിക്ഷ ഇല്ല, സ്കൂട്ടർ, എടുക്കണം, സൈക്കിള് ഇല്ലില്ല. എവിടെയെങ്കിലും പോണെങ്കിൽ ആരെങ്കിലും ബൈക്കിൽ പുറകെ കയറി പോകും. നീയാണോ എന്നെ ഇയാളെ നന്നാവത്തില്ല. ഇയാളെ കഴിയിപ്പതാണ്. ഉപദേശിയാലും നന്നാവില്ലാത്ത മനുഷ്യനാണ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് 20,000 ലോട്ടറി അടിച്ചാണോ? ആ പൈസ നിങ്ങൾ എന്തായാലും പറ. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? നല്ലൊരു ഫോൺ വാങ്ങിച്ചടാ. കേട്ടോണം, വീട്ടിൽ കഞ്ഞി കുടിക്കാൻ കുഴപ്പമില്ല. 20,000 രൂപ ലോട്ടറി അടിച്ചപ്പോ അതിനൊരു ഫോൺ അടിച്ചെന്ന്. പക്ഷെ അതിനൊരു പശുവിനെ മേടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പാല് വിട്ട് നിങ്ങളുടെ കുടുംബം കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബിൽ കാണുന്ന പശുവിന്റെ എയിലൂടെ കയറൂടാ. എയിലൂടെ കയറും. നീ പറ. ഇയാൾ ഒരിക്കലും നന്നാവത്തില്ല. നിങ്ങളെ കുറിച്ച് വേറൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായിട്ട് ഇയാളുടെ ഭാര്യയെ മർദ്ദിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ മർദ്ദിക്കുന്ന ഭാര്യ? എന്ത് കാരണം? അവൾ സിന്ദൂരേഖ തൊട്ടില്ല, അതിനാണോ? സിന്ദൂരം തൊട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വന്തം ഭാര്യയെ മർദ്ദിക്കുവോ? സിന്ദൂരേഖ എന്തായാലും തൊട്ടില്ലെങ്കിൽ മർദ്ദിക്കുവോ? സിന്ദൂരേഖ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ഏതർത്ഥം? സ്ത്രീകൾക്കറിയാം അല്ലെ? സിന്ദൂരേഖ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ. ഞാൻ പറഞ്ഞുതരാം. സിന്ദൂരേഖ കേട്ട പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്നെ പോലുള്ള ജനപുര ഒരിക്കൽ മനസ്സിലാകും ആ പ്രോപ്പർട്ടി വിറ്റ് പോയതാണ്. അങ്ങോട്ട് സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപം സംസാരിക്കരുത്. സ്ത്രീകളെ നിങ്ങൾ അധിക്ഷേപം സംസാരിക്കരുത്. സ്ത്രീകളെ കുറിച്ച് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ചൈന നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ചൈന ഇത്ര തൃപ്തിയായില്ലടാ. അതെല്ലാം ചൈനയിലെ സ്ത്രീകൾ നോക്കൂ, അവർ മൊബൈൽ ഉണ്ടാക്കുന്നു. അതുപോലെ ജപ്പാനിലെ സ്ത്രീകൾ നോക്കൂ, അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. അതുപോലെ അമേരിക്കയിലെ സ്ത്രീകൾ നോക്കൂ, അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു. നമ്മുടെ കേരള സ്ത്രീകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അച്ചപ്പോ കുത്തപ്പോ കോഴിയപ്പം. എന്നിട്ട് അവർ വീടൊക്കെ കയറി ഇറങ്ങി വിൽക്കുന്നില്ലേടാ. അവരങ്ങനെ വിൽക്കുന്നവരാണ് ഇയാളെ പോലെ 3 നേരം വെട്ടി വീഴുന്നത്. അതിനുള്ള നന്ദി അവർക്ക് ഞങ്ങളോടില്ല. ഇവര് തൊഴിലുറപ്പിന് പോകുമ്പോ ഞങ്ങളുടെ പുള്ളിയെ ഷർട്ടാണ് വൃത്തിയിടാൻ കൊടുക്കുന്നത്. അതാണ് പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരം. നിങ്ങൾക്ക് ഈ പുള്ളിയുടെ ഭാര്യയുടെ അറിയോ? എന്ത് ആദ്യമുള്ള വീട്ടിലെ ചേച്ചിയെന്നറിയോ ഈ പുള്ളിയുടെ ഭാര്യ? ഇയാൾ അവരുടെ വീട്ടിൽ റബ്ബർ വെട്ടാൻ വേണ്ടി ചെന്നിട്ട് ഈ പുള്ളിക്കാരനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാണ്. ഞാൻ റബ്ബർ വെട്ടാൻ പോയതാടാ. ഞാൻ ഒട്ടുപോലി പാൽ പറിക്കാൻ പോയപ്പോ അവൾ എന്റെ കൂടെ ഒട്ടി ഇങ്ങോട്ട് പോകുന്ന. ഓ, ആ ഒട്ടി ഇങ്ങോട്ട് പോകുന്ന ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് നോക്കണം. അവരുടെ വീട്ടിലെ ആസ്തി എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ വീട്ടിൽ ഒരു ബാത്റൂമിന് 10 ലക്ഷം രൂപ വില വരും. അങ്ങനത്തെ 8 or 10 ബാത്റൂം ഉണ്ട് ഈ പുള്ളിക്കാരന്റെ ഭാര്യ വീട്ടില്. എന്റെ ബാത്റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല. 1 കോടി രൂപ വില പറ്റിയ ബാത്റൂമാണ്. അതിൽ ഫുൾ എയർ കണ്ടീഷൻ. അതേത് ബാത്റൂമാണ്? ശേഖരചന്ദ്ര റബ്ബർത്തോട്ടം. അതൊക്കെ ഫുൾ എയർ കണ്ടീഷൻ ആണ്. ചുമ്മാ പൊക്കി പിടിച്ചിരിക്കുന്ന കാറ്റ് പറയാൻ പറ്റിയില്ല. ചുമ്മാ അലമ്പുണ്ടെങ്കിൽ പരിപാടി നടക്കുകയാണ്. എന്താ പരിപാടി? അങ്ങോട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രിയമുള്ളവരെ,